2026 വേൾഡ് കപ്പ് ലക്ഷ്യമിടുന്നതായിട്ട് സൂപ്പർ താരം നെയ്മർ ജൂനിയർ അദ്ദേഹം വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരിക്കുകയാണ്. ലയണൽ മെസ്സി 2022 കിരീടം ചൂടിയതുപോലെ അടുത്ത വേൾഡ് കപ്പ് 2026 വേൾഡ് കപ്പ് ഞങ്ങൾ നേടുമെന്നാണ് നെയ്മർ ജൂനിയർ വെളിപ്പെടുത്തിയത്. ലയണൽ മെസ്സി 2022 കിരീടം ചൂടിയ പോലെ ഞാനും എൻ്റെ ടീമും അടുത്ത വേൾഡ് കപ്പിൽ കിരീടം മുത്തമിടുമെന്നുള്ള സംസാരമാണ് നെയ്മർ ജൂനിയറിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഫിറ്റ്നസ് ഒരുപാട് മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അടുത്ത വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. ലയണൽ മെസ്സിക്ക് നേടിക്കൊടുത്ത പോലെ, അല്ലെങ്കിൽ ലയണൽ മെസ്സി നേടിയ പോലെ അടുത്ത വേൾഡ് കപ്പ് എനിക്ക് നേടണം. ഞാൻ ഓൾറെഡി 2-3 വേൾഡ് കപ്പ് കളിച്ചു കഴിഞ്ഞു. 2014-ലും 2018-ലും 2022-ലും അങ്ങനെ 3 വേൾഡ് കപ്പ് കളിച്ചു കഴിഞ്ഞു. അടുത്തത് 4ാമത്തേതാണ്. ഈ ഒരു വേൾഡ് കപ്പ് മുത്തമിടാൻ, ഈ ഒരു വേൾഡ് കപ്പ് നേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സൂപ്പർ താരം നെയ്മർ ജൂനിയർ വന്ന് പറഞ്ഞത്. 2014 കൊളംബിയയുമായിട്ടുള്ള മത്സരത്തിന് അദ്ദേഹം ഒരു പരിക്കിന് ഇരയായി, നല്ലൊരു മാരകമായിട്ടുള്ള ഫോളിന് ഇരയായി അദ്ദേഹം കളം വിട്ടു. 2018-ലും ഒന്നും നടന്നില്ല. 2022-ൽ ക്രൊയേഷ്യയുമായിട്ട് ഒരു ഗോളിന് എക്സ്ട്രാ ടൈമിൽ മുന്നിൽ നിന്നെങ്കിലും അവസാനം അവരാ ഗോൾ മടക്കി പെനാൽറ്റിയിലേക്ക് നീണ്ട മത്സരം വീണ്ടും തോറ്റു. അങ്ങനെ ഭാഗ്യമില്ലായ്മയും ഒക്കപ്പാടെയായിട്ട് അദ്ദേഹം കളത്തിൻ്റെ പുറത്ത്, പരിക്കിൻ്റെ പിടിയിലായിട്ട് മാസങ്ങളായിട്ട് പുറത്താണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിലവിൽ സ്റ്റാറ്റസ് അദ്ദേഹത്തിൻ്റെ. ഏതായാലും 2025-ൽ സൗദി ക്ലബ് അൽ ഹിലാലിൽ തന്നെ അദ്ദേഹം തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആരാധകർക്ക് അദ്ദേഹം കളത്തിൽ തിരിച്ചു വരുന്നത് കാത്തിരിക്കുകയാണ്. അദ്ദേഹം മഞ്ഞക്കുപ്പായത്തിൽ, അതായത് ബ്രസീലിലെ ജെയ്സിയിൽ കളത്തിലിറങ്ങാനാണ് കൂടുതൽ പേരും അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്. കാരണം ബ്രസീലിൽ അദ്ദേഹം ഇല്ലാത്തൊരു കുറവ് തന്നെയാണ്. റാഫിന്യ അതുപോലുള്ള താരങ്ങളൊക്കെ ഫോമിലുണ്ട് എങ്കിലും നെയ്മറിൻ്റെ ആ ഒരു അവൈലബിലിറ്റി അദ്ദേഹം അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ടീമിൽ ഉണ്ടാക്കുന്ന ഒരു ഓളം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ്. ഏതായാലും 2026 വേൾഡ് കപ്പ് നേടുമെന്ന്, 4ാമത്തെ വേൾഡ് കപ്പാണ്, അത് നേടുമെന്നുള്ള സംസാരങ്ങളൊക്കെയാണ് ഇപ്പോൾ നെയ്മർ ജൂനിയറിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്.